സുഭാഷേ, എടാ സുഭാഷേ, എന്താ ഈ നാട്ടിൽ നടക്കുന്ന വല്ല ജഗബോഗി അറിയുന്നോ? എന്ത് ജഗമാ? ഈ ഇലക്ഷനായ മാത്രം തുടങ്ങണ ഒരു കലാപരിപാടി ഇല്ലേ, അതിട്ട് അവര് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടേ. ഇത് കേൾക്കുണ്ടോ? എന്താ എന്റെ പ്രശ്നം പറഞ്ഞുട്ടാ? ആ കോറുടെ വിഷയം, ആ കോറുടെ ഒരു വീഡിയോ മുന്നേ ഇറങ്ങിയതല്ലേ, അത് പൊക്കി പിടിച്ച് വീണ്ടും വന്നല്ലോ. MLA പറഞ്ഞ വീഡിയോ അല്ലേ? ആ തന്നെ. ആ വീഡിയോയിൽ ഇപ്പൊ എന്താ പറയണേ? കോറിക്കെതിരെ ജനങ്ങളുടെ ഒപ്പം MLA ഉണ്ടാവുന്നു. ഒരു ജനപ്രതിനിധി പിന്നെ എന്താ പറയണ്ടേ? ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്നല്ലേ? ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനക്കറിയില്ലേ? അതൊക്കെ അറിയാം. എന്നാലും ഈ ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണല്ലോ. ശരിക്കും സത്യാവസ്ഥ എന്താ? എടാ, സത്യാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നാട്ടിൽ ഈ കോറി വരുന്ന സമയത്ത് തന്നെ, വരുന്നുണ്ട് അറിഞ്ഞ സമയത്ത് തന്നെ നമ്മളെല്ലാവരും ഇതിനെ എതിർത്ത ആൾക്കാരാ. അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഒപ്പ് ശേഖരിച്ചിട്ട് നമ്മളൊരു അപേക്ഷ പഞ്ചായത്തിൽ കൊടുത്തത്. എന്തിന്? ലൈസൻസ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് MLAയും പഞ്ചായത്തിലെ അധികാരികൾ, നമ്മളെ പഴയ പ്രസിഡന്റ് CM ഒക്കെ കൂടി ചേർന്നിട്ട് കലക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്തത്. കലക്ടർക്കും പിന്നെ നമ്മളെ മന്ത്രിക്കും, ബന്ധപ്പെട്ട മന്ത്രിക്കും നമ്മൾ അപേക്ഷ കൊടുത്തു, പരാതി കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? വരരുത്, കോരി വരരുത് എന്ന് പറഞ്ഞിട്ട് കോരിക്ക് സ്റ്റേ വന്നു. അതെനിക്ക് അറിയുന്ന കാര്യമല്ലേ? അതൊക്കെ അറിയാം. അല്ല, സ്റ്റേ വന്നാലും പിന്നെ എങ്ങനെ കോറി അവിടെ വന്നത്? അത് പലർക്കും അറിയില്ല. അതെന്താന്ന് വെച്ചാൽ ഈ കോറി ഉടമ സ്റ്റേ മറികടക്കാൻ വേണ്ടിയിട്ട് കോടതിക്ക് പോയി. കോടതിയിൽ മൂപ്പർക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു. അടിയന്തരമായിട്ട് പഞ്ചായത്ത് ലൈസൻസ് അനുവദിച്ചു കൊടുക്കണം എന്നാണ് വിധി വന്നത്. നമ്മളൊരു നിയമ സംവിധാനത്തിന്റെ അടിയിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ നമുക്കത് നടപ്പിലാക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെയാണ് ആ കോറി അവിടെ വന്നത്. ഇത് നമ്മൾ ജനങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ. ഇനി ആരും ചർച്ച ചെയ്യാത്ത മൂടി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്ന് അറിയണ്ട എനിക്ക്? അതെന്താ? വാ പറഞ്ഞുതരാം. ഈ കോറി വിഷയത്തില് കൂടെ നിന്ന് ചതിച്ച കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് കോടതിയിൽ വാദിച്ചിരുന്നത്. ഒന്ന്, കോറിക്ക് ആവശ്യമായിട്ടുള്ള വഴിയില്ല എന്നുള്ള കാര്യം. രണ്ടാമത്തത്, അതൊരു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലമാണെന്നുള്ളത്. അത് അവർ മറികടന്നു. ഈ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരെങ്ങനെ മറികടന്ന്? കാരക്കുത്ത് കരുവാമ്പടി റോട്ടിൽ നിന്ന് 1 കിലോമീറ്ററുകളോളം ദൂരമുണ്ട് ഈ കോറിയിലേക്ക്. അത്രയും വരുന്ന സ്ഥലങ്ങളിൽ കോറി ഉടമ വാങ്ങി. ആരുടെ കയ്യിൽ നിന്ന്? ആരൊക്കെയാണ് ഇതിന് ഇടനിലക്കാരായിട്ട് നിന്നത്? അതൊന്ന് സൂക്ഷിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾക്കൊക്കെ മറുപടി കിട്ടും. പിന്നെ നാട്ടിലൊരു സംയുക്ത സമരസമിതി രൂപീകരിച്ചു കേസ് നടത്താൻ വേണ്ടിയിട്ട്. ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചു. പല വഴി കൂടിയും ഫണ്ടും പിരിച്ചു. അപ്പൊ ഫണ്ട് എവിടെ? കേസ് നടത്തിയോ? കേസ് കൊടുത്തോ? എന്താണ് അതിന്റെ അപ്ഡേഷൻ? ആരുടെ കയ്യിലാണ് ആ ഫണ്ട് ഉള്ളത്? അല്ല, ആ ഫണ്ട് ഇപ്പൊ എവിടെ? ആരെടുത്താ? അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും അറിയാതെ അന്വേഷിക്കാതെയാണ് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഒരു വീഡിയോ പൊക്കി പിടിച്ചോണ്ട് വരുന്നത്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാം എനിക്ക്? ഒരു കോറി മുതലാളിക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ ഈ കോറിയുടെ വിഷയം പൊക്കി പിടിച്ച് വന്നിട്ടുള്ളത്. അത് ശരിയാണല്ലോ. അവരുടെ ഉദ്ദേശം എന്താണെന്നറിയോ? അവർക്ക് വികസനം പറഞ്ഞിട്ട് ഒരിക്കലും വോട്ട് പിടിക്കാൻ പറ്റില്ല. അങ്ങനെ വികസനം പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് മൊത്തം LDF കിട്ടും. അവർ ജാതി പറയും, മതം പറയും, വർഗീയത പറയും, ഇതുപോലെ 100 കുത്തിത്തിരിപ്പും പറയും. പഞ്ചായത്ത് ഇലക്ഷനിൽ നമുക്ക് അനുഭവമുള്ളതാണല്ലോ. അതറിയാം. നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? മിനിമാ സ്ട്രീറ്റിന്റെ ചോട്ടിൽ, മാടായിക്കുളത്തിന്റെ പക്കത്താ. എന്തായിരുന്നു ഈ പ്രദേശത്തിന്റെ പണ്ടത്തെ അവസ്ഥ? ഈ നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ? ഒരു ഇലക്ഷൻ വരുമ്പോ നാട്ടുകാർ ഇതൊക്കെ അല്ലേ ചർച്ച ചെയ്യേണ്ടത്? നാട്ടുകാർക്ക് ഇതൊക്കെ അറിയാം. പക്ഷെ ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുക അതൊക്കെ ഇതൊന്നും ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ചാടിക്കാൻ പോലെ എവിടേക്ക്? ആകെ ഉണ്ട്.